നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ, പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ. കാൻഗ്രൂസ് ബാഗ് ബസാർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. പ്രധാന വാർത്തകൾ. ജനകീയ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകനെ വെട്ടേറ്റ സംഭവം. 3 ഡിവൈഎഫ്ഐ പ്രവർത്തകർ അറസ്റ്റിൽ. പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് നഗരത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം. പഴയങ്ങാടി PWD റെസ്റ്റ് ഹൌസിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വടക്കൻ മേഖലാ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം. പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ റോഡുകളുടെയും ഓവുചാലുകളുടെയും ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PWD ഓഫീസ് മാർച്ചും ധർണയും. ധർണ TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടിയിലും പരിസര പ്രദേശത്തും ലഹരി ഉൽപ്പന്ന വിൽപ്പന വ്യാപകമാകുന്നതിനെതിരെ കർശന നടപടിയുമായി പഴയങ്ങാടി പോലീസ് രംഗത്ത്. വാർത്തകൾ വിശദമായി. ജനകീയ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകന് വെട്ടേറ്റ സംഭവം. 3 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. M പ്രസാദ്, V വിനോദ്, KV സുനീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ജനകീയ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകൻ തെക്കേമമ്പലത്തെ EV സുനിൽകുമാറിനെ ചൊവ്വാഴ്ച രാത്രിയാണ് ഒരു സംഘം ആക്രമിച്ചത്. കൈക്കും കാലിനും സാരമായി പരിക്കേറ്റ സുനിൽകുമാറിനെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിലായി. ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ മമ്പലം സ്വദേശി പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് VV വിനോദ്, K സുനീഷ് എന്നിവരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡിവൈഎഫ്ഐ വെസ്റ്റ് വില്ലേജ് സെക്രട്ടറി M പ്രസാദിനെയും സുനീഷ്, വിനോദ് എന്നീ പ്രവർത്തകരെയും കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പയ്യന്നൂരിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. കഴിഞ്ഞ ദിവസം മമ്പലത്ത് നടന്ന സംഭവവുമായി ബന്ധപ്പെടുത്തി പയ്യന്നൂർ പോലീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കിയതിനെതിരെ ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് K വിജീഷ്, ബ്ലോക്ക് പ്രസിഡന്റ് AV രഞ്ജിത്ത്, ട്രഷറർ V രാകേഷ് എന്നിവർ പ്രസംഗിച്ചു. അർത്ഥത്തിലുള്ള ബഹുമാനവും അതേ നിലയിൽ നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്. മറ്റാരെങ്കിലും വാക്ക് കേട്ടുകൊണ്ട് ഞങ്ങൾക്ക് നേരെ തിരിയുന്നതിന് വേണ്ട പയ്യന്നൂരിലെ പോലീസ് ഇതുപോലെ കാക്കി യൂണിഫോം ഇട്ടുകൊണ്ട് പയ്യന്നൂർ ടൗണിലൂടെ നടക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം പയ്യന്നൂരിന്റെ ഒരു അനുഭവമുണ്ട്. കഴിഞ്ഞ കുറെ കാലമായിട്ട് പയ്യന്നൂരിലെ പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമുണ്ട്. പയ്യന്നൂരിലെ പോലീസ് അല്ല, പൊതുവിൽ കേരളത്തിനകത്തെ പോലീസ് ആകമാനം തന്നെ എല്ലാ അർത്ഥത്തിലും ഇരട്ട നീതിയാണ് ഈ കേരളത്തിനകത്ത് നടപ്പിലാക്കുന്നത്. ജനകീയ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകന് വെട്ടേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ച് ജനകീയ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ജനകീയ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകൻ സുനിൽകുമാറിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത്.
ഗാന്ധി പാർക്കിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ വഴി സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ ടി പുരുഷോത്തമൻ സംസാരിച്ചു. ഇവിടുത്തെ പോലീസ് സേനയല്ലേ പോലീസ് സേനയല്ലേ എന്ന് ഞാൻ പറയുന്നില്ല. പോലീസിലെ എല്ലാ ആളുകളും ഒരുപോലെയല്ല. ഈ പോലീസിനകത്ത് മാന്യന്മാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവിടുത്തെ അധോലോകക്കാർക്കും മാഫിയക്കാർക്കും ഓശാലമാടുന്ന ധനസമ്പാദനം നടത്തുന്ന ഓഫീസർമാരുണ്ട്. അവരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. നമുക്കറിയാം, ഹക്കീമിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ആക്ഷൻ കമ്മിറ്റി അതിന്റെ പ്രക്ഷോഭം ആരംഭിച്ച കാലം മുതൽ ഈ സാമൂഹ്യ വിരുദ്ധന്മാർ അതിനെതിരെ ഉണ്ട്. ഈ കൊലയാളിയുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിയ സാമൂഹ്യ വിരുദ്ധന്മാർ ഈ ആക്ഷൻ കമ്മിറ്റിക്കെതിരെ പ്രവർത്തിക്കുന്നു. ഏറ്റവും ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് കണ്ടങ്ങാടി സ്കൂളിൽ, അവിടെ ഹക്കീമിന്റെ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ പൊതുമരാമത്ത് റോഡുകളുടെയും ഓവുചാലുകളുടെയും സ്ലാബുകളുടെയും ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് LDF പയ്യന്നൂർ നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PWD ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണാ സമരം CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TA മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിലെ PWDയുടെ റോഡാണ് ഈ മെയിൻ റോഡ്. പലരും ഇത് മുനിസിപ്പാലിറ്റിയുടേതാണോ എന്ന് കുറ്റപ്പെടുത്തുന്നു. PWDയുടെ ഈ മെയിൻ റോഡ് PWD അധികൃതരുടെ കയ്യിൽ നിന്ന് നിങ്ങളൊരു കാര്യം അന്വേഷിച്ചാൽ കിട്ടുന്നൊരു വിവരം, പെരുമ്പ മുതൽ കരിഞ്ചാമുണ്ടി വരെ, നമ്മുടെ പയ്യന്നൂർ സെൻട്രൽ ബസാറിന് ഇപ്പുറത്തുള്ള കരിഞ്ചാമുണ്ടി ക്ഷേത്രം വരെ മെക്കാഡം ടാറിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവർ ടെൻഡർ ചെയ്തത്. എല്ലാ നടപടിയും പൂർത്തീകരിച്ചു. ഇന്നോ നാളെയായിട്ട് ഈ പണി നടക്കുമെന്നുള്ള നിലയിലാണ് കുറച്ച് നാൾ മുൻപ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. KV ബാബു അധ്യക്ഷനായിരുന്നു. KV ലളിത, K രാഘവൻ, GD നായർ, അഡ്വക്കേറ്റ് P സന്തോഷ്, അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, P ജയൻ, TCV ബാലകൃഷ്ണൻ, സുനിൽകുമാർ, ഇക്ബാൽ പോപ്പുലർ എന്നിവർ പ്രസംഗിച്ചു. പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. ചെറുതാഴത്തെ കലശക്കാരത്തി സൗമ്യയാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. 2 ആഴ്ച മുൻപ് പ്രസവം നടന്നതിന് ശേഷമുണ്ടായ അണുബാധയെ തുടർന്നാണ് മരണം സംഭവിച്ചത്. ചെറുതാഴത്തെ രമ്യ ഹോട്ടൽ ഉടമ പാറോൽ കൃഷ്ണന്റെയും K യശോദയുടെയും മകളാണ്. ഭർത്താവ് കണ്ണപുരത്തെ OV രമേശൻ, മകൾ ദിയ. രമ്യ സഹോദരിയാണ്. പഴയങ്ങാടി PWD റെസ്റ്റ് ഹൌസിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടി PWD ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധർണ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AV സനൽ ഉദ്ഘാടനം ചെയ്തു. അധികാരികളെ കണ്ണു തുറക്കൂ. മാടായി കോളേജ് KSU യൂണിറ്റിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിലാണ് ധർണാ സമരം സംഘടിപ്പിച്ചത്. മാടായിപ്പാറയിൽ എത്തിച്ചേരുന്ന നൂറുകണക്കിന് സഞ്ചാരികൾക്ക് ആശ്രയിക്കുന്ന ഏക വിശ്രമ കേന്ദ്രമാണ് PWD വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള പഴയങ്ങാടി PWD റെസ്റ്റ് ഹൌസ്. റെസ്റ്റ് ഹൌസിന്റെ ശോചനീയാവസ്ഥ കാരണം പലർക്കും വേണ്ട വിധത്തിൽ ഇത് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സമരവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത്. എനിക്ക് ഈ അവസരത്തിൽ അധികൃതരെ അറിയിക്കാനുണ്ട്. നാളെ ഇന്ന് ഈ ഒരു സമരം സൂചന മാത്രമാണ്. ഹബീബരിപുരം അധ്യക്ഷനായി ഉമേഷ് പറമ്പത്ത്, KSU ജില്ലാ പ്രസിഡന്റ് സുധീഷ് കടന്നപ്പള്ളി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. NREG വർക്കേഴ്സ് യൂണിയൻ വടക്കൻ മേഖലാ ജാഥയ്ക്ക് മാത്തിലിൽ സ്വീകരണം നൽകി. ജാഥ മാനേജർ സൂസൻ കോശി സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. ഈ രാജ്യത്തെ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന എല്ലാ ജാതിമതവിഭാഗപ്പെട്ട ആളുകൾക്ക് ഇന്ന് ഒരേ ഒരു മാനസിക ഭാവത്തോടുകൂടി കഴിയാൻ സാധിക്കുന്നുണ്ടോ? തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കുക, കാർഷിക ക്ഷീര പരമ്പരാഗത മേഖലകളെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിലനിർത്തുക, NREG തൊഴിലാളികൾക്ക് മിനിമം 320 രൂപ കൂലി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NREG വർക്കേഴ്സ് യൂണിയൻ സമരരംഗത്തേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. മാർച്ച് 8-ന് പാലക്കാട് വടക്കാഞ്ചേരിയിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത ജാഥ 19-ന് മടിക്കയിൽ സമാപിക്കും. A പത്മകുമാർ, ഗിരിജ സുരേന്ദ്രൻ, തങ്കമ്മ സ്കറിയ, ബേബി P തുടങ്ങിയവർ പ്രസംഗിച്ചു. മാർച്ച് 23 മുതൽ പഞ്ചായത്ത് ഓഫീസുകളിലേക്ക് മാർച്ചും പഞ്ചദിന സത്യഗ്രഹവും സംഘടിപ്പിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ S രാജേന്ദ്രൻ നയിക്കുന്ന ജാഥയ്ക്ക് കാലിക്കടവിൽ സ്വീകരണം നൽകി.
തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക, പദ്ധതി പരിമിതപ്പെടുത്തുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ നയം തിരുത്തുക, വേതനം 320 രൂപയാക്കുക, പ്രവൃത്തി ദിനം വരും വർഷത്തിൽ 200 ആക്കുക, പെൻഷൻ ക്ഷേമനിധി ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വടക്കൻ മേഖല ജാഥ സംഘടിപ്പിക്കുന്നത്. ജാഥയ്ക്ക് കാലിക്കടവിൽ സ്വീകരണം നൽകി. കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിവില്ലാത്തവർ, രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ജന്മിമാരുടെ പുരയിടങ്ങളിൽ പണിക്കിറങ്ങിയാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലും കരയ്ക്ക് കയറാൻ വയ്യാത്ത തരത്തിൽ, ഇപ്പോഴും ന്യായമായ കൂലി ചോദിക്കാൻ പോലും അവകാശമില്ലാത്ത തരത്തിൽ അടിമകളെ പോലെ കഴിയുന്ന ജനസാമാന്യത്തെയാണ് നമുക്ക് രാജ്യത്ത് കാണാൻ കഴിയുന്നത്. സ്വീകരണ യോഗത്തിൽ ജാഥ ലീഡർ എസ് രാജേന്ദ്രൻ, മാനേജർ എ പത്മകുമാർ, കെ കുഞ്ഞിരാമൻ MLA, NREG വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കൊടി എന്നിവർ സംസാരിച്ചു. MV ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. KB ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പഴയങ്ങാടി മേഖലയിൽ ലഹരി ഉൽപ്പന്നങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുമായി പഴയങ്ങാടി പോലീസ് രംഗത്ത്. വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 4 ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങൾ പിടികൂടി. പഴയങ്ങാടി മേഖലയിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വ്യാപകമാകുന്നതായുള്ള പരാതിയെ തുടർന്നാണ് പരിശോധന കർശനമാക്കിയത്. കഴിഞ്ഞ 2 ആഴ്ച പഴയങ്ങാടി SI P ശശികുമാറിന്റെ നേതൃത്വത്തിൽ ഗിരിപുരം, കക്കാടഞ്ചാൽ, BV റോഡ്, മാട്ടൂൽ എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് 4 ലക്ഷം രൂപ വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വിദ്യാലയങ്ങളുടെ സമീപങ്ങളിൽ നിന്ന് വരെ പുകയില ഉൽപ്പന്നങ്ങൾ വ്യാപകമായി വിറ്റഴിക്കുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് പൊതുജനങ്ങൾ പരാതി നൽകാൻ തയ്യാറാവാത്തതാണ് ഇത്തരത്തിലുള്ളവ സജീവമാകുന്നതെന്നും പുകയില ഉൽപ്പന്ന വിതരണം ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ വിവരമറിയിക്കണമെന്നും പഴയങ്ങാടി SI P ശശികുമാർ അറിയിച്ചു. സ്കൂൾ പരിസരങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് റെയ്ഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കച്ചവടക്കാർ അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളുടെ സഹകരണം ആവശ്യമാണ്. കാരണം ഇതിപ്പം കടകളിലൊന്നല്ല വെക്കുന്നത്, കടകളുടെ അടുത്തുള്ള അവരുടെ മറ്റ് വാഹനങ്ങളിൽ, വീടുകളിൽ ഒക്കെയാണ് അവർ സ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പോൾ പൊതുജനങ്ങൾ ഇതെല്ലാം കണ്ടെത്തിയിട്ട് ഞങ്ങൾ അറിയിച്ചാൽ ഞങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണ്. പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടുന്നതിനായി 94 97 98 0904 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഇനി കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക സെവൻസ് വിശേഷങ്ങൾ. ചൊവ്വാഴ്ച നടന്ന 1ാം ക്വാർട്ടർ ഫൈനലിൽ ഫൈക്ക ഇൻഡോർ അക്കാദമി എതിരില്ലാത്ത 4 ഗോളുകൾക്ക് KRS കോഴിക്കോടിനെ തോൽപ്പിച്ചു. അഡ്വക്കേറ്റ് K വിജയകുമാർ മുഖ്യാതിഥിയായി കളിക്കാരെ പരിചയപ്പെട്ടു. Faiga Indoor Academy Brothers Volvakada. Number 21 Rashid, 2 Kenneth, Danraj, 4 Naushad, Kareem, 6 3 Nawaz, 10 Sagar from Nigeria, 11 Esther from Nigeria, 33 Mr. 1ാം ക്വാർട്ടർ ഫൈനലിൽ ശക്തരായ പോരാളികൾ ഏറ്റുമുട്ടിയതിനാൽ കാണികളിൽ പ്രതീക്ഷയും വാനോളമായിരുന്നു. പക്ഷേ ഏകപക്ഷീയമായ മത്സരം കാണികളെ തീർത്തും നിരാശരാക്കി. ആവേശത്തോടെ തുടങ്ങിയ മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇൻഡോർ അക്കാദമി വൾവക്കാട് തുടരെ 2 ഗോൾ നേടിയത് മത്സരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ടീമിന്റേതാക്കി. തുടർന്ന് മത്സരം പൂർണ്ണമായും കൈവിട്ട പോലെയായിരുന്നു KRS കോഴിക്കോടിന്റെ നീക്കങ്ങൾ. 2 ഗോളുകൾ കൂടി നേടിയതോടെ 4-0 ഫൈക്ക ഇൻഡോർ അക്കാദമി വൾവക്കാട് മത്സരം തങ്ങളുടേതാക്കി മാറ്റി. ഫൈക്ക ഇൻഡോർ അക്കാദമിയുടെ ഷാജി മികച്ച താരമായി തിരഞ്ഞെടുത്തു. തണൽമരം രാസപദാർത്ഥം ഉപയോഗിച്ച് നശിപ്പിച്ച നിലയിൽ. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കൂറ്റൻ വേപ്പിൻ മരമാണ് മെർക്കുറി ഉപയോഗിച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. വർഷങ്ങൾക്ക് മുൻപ് യൂത്ത് സെന്റർ പ്രവർത്തകർ റോഡിന് വശത്തായി നട്ടുപിടിപ്പിച്ച വേപ്പിൻ മരമാണ് സാമൂഹ്യവിരുദ്ധർ രാസപദാർത്ഥം കുത്തിവെച്ച് നശിപ്പിച്ചത്. പ്രദേശത്തുള്ളവർ വേപ്പിനിലകൾ ശേഖരിച്ചിരുന്നത് ഈ മരത്തിൽ നിന്നുമാണ്. മരം നശിപ്പിച്ചതോടെ നാട്ടുകാർ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ കൂറ്റൻ മരം അടിഭാഗം അറ്റുവീണത്. അടിഭാഗത്ത് തുരന്ന് മെർക്കുറി കുത്തിവെച്ച് നശിപ്പിച്ചതാണെന്നാണ് സംശയിക്കുന്നത്.
നശിപ്പിച്ച മരത്തിനു സമീപങ്ങളിൽ തന്നെ വീണ്ടും തണൽമരം നട്ടുപിടിപ്പിക്കുമെന്ന് യൂത്ത് സെന്റർ ഭാരവാഹി കൂടിയായ രാജു പറയുന്നു. അടിവശത്ത് തുറന്ന് മെർക്കുറി ഒഴിച്ചിട്ട് അത് നശിച്ചു പോയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ മാസം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് ചിക്കൻ ബോക്സ് പോലെയുള്ള മാരക രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിന് പല പ്രദേശങ്ങളിൽ തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ആരാണിത് ചെയ്തു എന്നുള്ളതും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇതേതായാലും ചെയ്തിട്ടുള്ളവർ ഏറ്റവും പ്രകൃതിയോട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തോട് ചെയ്തിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറയേണ്ടി വരും. തണലും ഔഷധവും നൽകിയ മരം നശിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ആലപ്പടമ്പ് മുക്കൂട് വയലിൽ കൊയ്ത്തുത്സവം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഗൗരി ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പടമ്പ് വടക്കേക്കര പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് നെൽകൃഷി ചെയ്തത്. 1 ഏക്കർ 15 സെന്റ് സ്ഥലത്താണ് കൃഷി. തികച്ചും ജൈവരീതിയിലാണ് കൃഷി നടന്നത്. സംഘത്തിലെ 15 പേരുടെ അധ്വാനത്തിന്റെ ഫലമായി വയലിൽ ഇത്തവണ 100 മേനിയാണ് വിളഞ്ഞത്. ഈ ഗ്രാമം കൃഷിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് ഇവിടെ നിന്നും മനസ്സിലാക്കാമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പി വി ഗൗരി അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 7 ഗ്രാമപഞ്ചായത്തിലും ഇതുപോലുള്ള തരിശായ കൃഷിയിടങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നെൽകൃഷിയായാലും അതോടൊപ്പം തന്നെ പച്ചക്കറി ആയാലും എല്ലാ വിളവെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നല്ലവരായ ജനവിഭാഗങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ചടങ്ങിൽ കോട്ടമ്പത്ത് നാരായണൻ അധ്യക്ഷനായി. കക്കറ വായനശാല ഗ്രന്ഥാലയത്തിന്റെയും വയോജനവേദിയുടെയും ആഭിമുഖ്യത്തിൽ 80 തികഞ്ഞവരെ ആദരിക്കലും ആരോഗ്യ പരിചരണ ക്ലാസും കക്കറ വായനശാല പരിസരത്ത് നടന്നു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഉണ്ടായപ്പോഴാണ് ശരാശരി ആയുസ് 84 എന്ന് പറയുന്ന നിലയിലേക്ക് കേരളത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുന്നത്. ആ മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു പക്ഷേ ഞാൻ ആദ്യം അതുപോലെ നമുക്കെല്ലാം ഇങ്ങനെ ഒത്തുകൂടാൻ സാധിക്കുന്ന നിലയിലേക്കുള്ള ഒരു വലിയ മുന്നേറ്റം. ചടങ്ങിന്റെ ഭാഗമായി 80 തികഞ്ഞവരെ കെ ബി ബാലകൃഷ്ണൻ ആദരിച്ചു. ചടങ്ങിൽ കെ കെ പങ്കജവല്ലി അധ്യക്ഷയായിരുന്നു. സംയമ പ്രകൃതി ചികിത്സാ കേന്ദ്രം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിഭാസ് കെ ക്ലാസിന് നേതൃത്വം നൽകി. വയോജനവേദി സെക്രട്ടറി കെ പി ജനാർദ്ദനൻ, വായനശാല സെക്രട്ടറി പി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇനി നാട്ടുപച്ച. ചരിത്രത്തെ ഓർമ്മിച്ച് നരന്ത എന്ന വള്ളിച്ചെടി. പല ആവശ്യങ്ങൾക്കായി ദീർഘദൂരം അലഞ്ഞു നടന്നിരുന്ന മനുഷ്യർക്ക് ദാഹമകറ്റിയിരുന്നത് ഈ വള്ളിച്ചെടി ഉപയോഗിച്ചായിരുന്നു. പോയ ഒരു കാലഘട്ടത്തെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നരന്ത എന്ന വള്ളിച്ചെടി. പണ്ടുകാലങ്ങളിൽ മനുഷ്യൻ വിറകിനും മറ്റാവശ്യങ്ങൾക്കും ഏറെ ദൂരം അലഞ്ഞു നടന്നപ്പോൾ ദാഹമകറ്റിയിരുന്നത് ഈ വള്ളിച്ചെടിയിൽ നിന്നും വരുന്ന വെള്ളം ഉപയോഗിച്ചാണ്. ഏത് കൊടും വേനലിലും ഈ ചെടിയുടെ ഉള്ളിൽ വെള്ളമുണ്ടായിരിക്കും. 2 ഭാഗങ്ങളും വെട്ടിയെടുത്താൽ ഒരു ഭാഗത്തു നിന്നും കുടുകുടെ വെള്ളം ചാടും. ഇത് ഒരു ഔഷധം കൂടിയാണ്. ഇത് കുടിച്ചാണ് മനുഷ്യർ ആ സമയങ്ങളിൽ ദാഹമകറ്റിയിരുന്നത്. ഒരില പോലും കണി കാണാനില്ലെങ്കിലും ധാരാളം വെള്ളമുണ്ടാകും ഈ വള്ളിച്ചെടിയിൽ. കുപ്പികളിൽ യഥേഷ്ടം നിറവും മണവുമുള്ള വെള്ളമെത്തിയപ്പോൾ നാം നരന്തയെ മറന്നു. ഇവ കാണാമറയത്തേക്കും പോയി. മനുഷ്യനു വേണ്ട ജീവാമൃതം ധാരാളം ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ടെന്ന് ചീമേനി പാടിക്കിലെ കണ്ണൻ പൊതുവാൾ പറയുന്നു. പണ്ടുള്ള കാലങ്ങളിൽ വനപ്രദേശങ്ങളിൽ എത്തിയാൽ വെള്ളം കിട്ടാൻ വലിയ പ്രയാസമാണ്. അന്നേരം ആളുകളെല്ലാം എന്താക്കുമെന്ന് പറഞ്ഞാൽ ഈ നരന്ത, പുല്ലഞ്ഞി ഇത്തരം സാധനങ്ങൾ മുറിച്ച് അതിൽ നിന്നാണ് വെള്ളം കുടിക്കുക. വെള്ളത്തിനൊന്നും ക്ഷാമമില്ല. പിന്നെ പാറപ്പുറത്തുമൊക്കെ പണ്ട് വെള്ളം ഉണ്ടാവാറുണ്ട്. ഇപ്പം അന്ന് വെള്ളം വറ്റിയത് ലോകത്ത്. ജനങ്ങൾ പെരുകി അപ്പോഴത് വറ്റി. അങ്ങനെ പല സാധനങ്ങളും കാട്ടിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇഷ്ടം പോലെ മനുഷ്യന് തിന്നേണ്ടതെല്ലാം കാട്ടിലുണ്ട്. ഇപ്പം നാട്ടിൽ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഗതികേട് ഇപ്പം മാത്രമാണ് വന്നിരിക്കുന്നത്. ഇത് കാണാതെ മനുഷ്യർ കൃത്രിമ ഭക്ഷണത്തിലേക്ക് കടക്കുന്നതാണ് സകലവിധ രോഗങ്ങളുടെയും കാരണമാകുന്നതെന്നും ഈ കാരണവർ അടിവരയിടുന്നു. പുതിയ തലമുറയ്ക്ക് ഇത്തരം ചെടികൾ അന്യമാവുകയാണ്. ശീതളപാനീയങ്ങൾ അരങ്ങു തകർക്കുന്ന കാലത്ത് ഇവയെ സംരക്ഷിക്കാനോ പറഞ്ഞുകൊടുക്കുവാനോ ആരും മുന്നോട്ട് വരുന്നതുമില്ല. ഒരു തലമുറയോടൊപ്പം അറിവിന്റെ മണ്ഡലത്തിൽ നിന്നും ഇവ പടിയിറങ്ങിപ്പോകുമ്പോൾ പ്രകൃതിയുമായുള്ള പൊക്കിൾക്കൊടി ബന്ധവും പുതിയ മനുഷ്യന് നഷ്ടമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.
ഉൽപാദന മേഖലയ്ക്കും ശുചിത്വത്തിനും പ്രാധാന്യം നൽകി എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് 2014-15 വാർഷിക ബജറ്റ്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് രാധാമണി ബജറ്റ് അവതരിപ്പിച്ചു. ഉൽപാദന മേഖല 42,34,288 രൂപയും സേവന മേഖലയ്ക്ക് 67,69,173 രൂപയും ആണ്. പശ്ചാത്തല മേഖല 1,04,03,231 രൂപ. ഉൽപാദന മേഖലയ്ക്കും ശുചിത്വത്തിനും പ്രാമുഖ്യം നൽകിയിരിക്കുന്ന ബജറ്റിൽ ഉൽപാദന മേഖലയ്ക്കായി 42,34,288 രൂപ നീക്കിവെച്ചിട്ടുണ്ട്. കാർഷിക മേഖല കൂടുതൽ ഉൽപാദനക്ഷമമാക്കുന്നതിനും കാർഷിക മേഖലയിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിനും യുവാക്കളെ കൂടുതലായി കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനുമായി ഉദ്ദേശിച്ച് രൂപീകരിച്ച കാർഷിക കർമ്മസേനയ്ക്ക് കാർഷിക യന്ത്രങ്ങൾ വിതരണം ചെയ്യുന്നതിനാവശ്യമായ പദ്ധതികളും ജൈവ പച്ചക്കറി വിപുലപ്പെടുത്തുന്നതിനും പാലുൽപാദന വർധനവ് ലക്ഷ്യമിട്ട് മൃഗപരിപാലനത്തിനുമുള്ള പദ്ധതികളും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വികലാംഗക്ഷേമം, വനിതാ ശിശു വികസനം, മാർജനം, കലാ സാംസ്കാരിക ആരോഗ്യ മേഖലകൾ എന്നിവയെല്ലാം കൂടി സേവന മേഖലയ്ക്ക് ആകെ 67,69,173 രൂപ വകയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന നിലയിലേക്ക് കേരളമാകെ അതിനുവേണ്ടിയുള്ള ലക്ഷ്യം കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു ലക്ഷ്യം നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് കൈവരിക്കാൻ കഴിയത്തക്ക നിലയിലേക്കുള്ള സമഗ്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട്. പോഷകാഹാര വിതരണത്തിനായി 15 ലക്ഷം രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 1,04,03,231 രൂപയും പട്ടികജാതി പട്ടികവർഗ വികസനത്തിന് 19,37,100 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ആകെ വരവ് 13,12,53,351 രൂപയും ചിലവ് 13,08,38,151 രൂപയുമാണ്. 25,84,684 രൂപ നീക്കിയിരിപ്പായും പ്രതീക്ഷിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ വി സതീശൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. 65ാം വാർഷിക നിറവിൽ മാടായി LP സ്കൂൾ. വാർഷികത്തിന്റെ സമാപനം ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് ജില്ലാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി റോസ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 2 മാസമായി നടത്തിവരുന്ന വാർഷിക പരിപാടികൾക്കാണ് ശനിയാഴ്ച സമാപനമാവുന്നത്. എരിപുരത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ മുതൽക്കൂട്ടായി ഒട്ടനവധി മഹാരഥന്മാർക്ക് അക്ഷരവെളിച്ചം നൽകാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വാർഷികാഘോഷത്തിന് പുറമെ ദീർഘകാലത്തെ സർവീസിന് ശേഷം സി സുകുമാരൻ മാസ്റ്റർ, ടി പി ശോഭന എന്നീ അധ്യാപകർക്കുള്ള യാത്രയപ്പും വാർഷികത്തിന്റെ ഭാഗമായി നടക്കും. ഇതിന്റെ മുന്നോടിയായി വിളംബര ജാഥയും എരിപുരത്ത് നിന്നാരംഭിച്ച് സ്കൂളിൽ സമാപിക്കും. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ തച്ചൻ അധ്യക്ഷത വഹിക്കും. വിരമിക്കുന്ന അധ്യാപകരുടെ ഫോട്ടോനാച്ഛാദനം CV കുഞ്ഞിരാമൻ നിർവഹിക്കും. പ്രൊഫസർ PJ വിൻസെന്റ് സാംസ്കാരിക പ്രഭാഷണവും VM രാജീവൻ ഉപഹാര സമർപ്പണവും നടത്തും. മാടായി BPO AP ജയശ്രീ സമ്മാനദാനവും നിർവഹിക്കും. യോഗത്തിൽ പ്രശസ്ത സീരിയൽ താരങ്ങൾ പങ്കെടുക്കുമെന്നും വാർഷികത്തിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികളായ TV ജയശ്രീ, TP ജയപ്രകാശ്, K ആശ, EV സന്തോഷ് കുമാർ, SM ബാലമുരളി, പ്രശാന്ത് തുടങ്ങിയവർ അറിയിച്ചു. തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിൽ 111ാം വാർഷികാഘോഷം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കൂലേരി ഗവൺമെന്റ് LP സ്കൂളിന്റെ 111ാം വാർഷികാഘോഷം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ സഹാധ്യാപകരൊക്കെ കൂട്ടിച്ചേർന്നുകൊണ്ട് വളരെ ശോചനീയമായി കിടന്ന സ്കൂളിൻ്റെ സർവ്വതോന്മുഖമായ വികസനത്തിനു വേണ്ടി അക്കാഡമിക് മികവ് മാത്രമല്ല ഭൗതിക സൗകര്യങ്ങളൊക്കെ പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയ കുട്ടികളെ ആകർഷിപ്പിക്കാൻ ഉതകുന്ന അതികഠിനമായ ശ്രമം നടത്തിയിട്ടുണ്ട്. അതിന് ടൗൺ വാർഡ് മെമ്പർ എന്ന നിലയിൽ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ചെറുവത്തൂർ ഭാരത് ഗ്യാസ് ജനറൽ മാനേജർ സീമ രാജേഷ് നിർവഹിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MDP കരീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഹെഡ്മാസ്റ്റർ MB രാഘവൻ, TK ശ്യാമള ടീച്ചർ, PTA പ്രസിഡന്റ് സുനിൽകുമാർ TV, മദർ PTA പ്രസിഡന്റ് നിഷ M എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വാർത്താ സാന്ത്വനത്തിന്റെ ആഭിമുഖ്യത്തിൽ മലയാള ഭാഷാ പാഠശാലയുടെ സഹകരണത്തോടെ സർഗസദസ് സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഭാഗമായി സതീഷ് ബാബു പയ്യന്നൂരിനെ ആദരിച്ചു. മലയാള ഭാഷാ പാഠശാലയിൽ നടന്ന ചടങ്ങിൽ TP ഭാസ്കര പൊതുവാൾ, P അപ്പുക്കുട്ടൻ മാസ്റ്റർ, E ശ്രീധരൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു.
ഇത്തരം ഒരു സായാഹ്നം ഒരു പക്ഷേ ജീവിതത്തിൽ അപൂർവം ലഭിക്കുന്ന ഒരു സൗഭാഗ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചടങ്ങിന്റെ ഭാഗമായി ഹരിമോഹനൻ ശിവപാലതാളം അവതരിപ്പിച്ചു. ജോൺസൺ പുഞ്ചക്കാട്, ചന്ദന എസ് കൃഷ്ണ എന്നിവർ സംസാരിച്ചു. കൊക്കാനിശ്ശേരി ഫാർമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. വാർഡ് മെമ്പർ പോത്തേര കൃഷ്ണൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിന്റെ ഭാഗമായി പഴയകാല കർഷകൻ കണ്ണനെ ആദരിച്ചു. രാവിലെയും വൈകുന്നേരവുമുള്ള ഒഴിവു സമയങ്ങളിലാണ് പച്ചക്കറി കൃഷി ചെയ്തത്. കുട്ടികളെ സാഹസിക മേഖലയിൽ സജ്ജരാക്കുന്നതിന് അടുത്തില ഫസർ ഒമർ പബ്ലിക് സ്കൂളിൽ അഡ്വഞ്ചർ ക്ലബ്ബ് അഡ്വഞ്ചർ സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ പി വി അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. അപകടങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ അത്തരം സന്ദർഭങ്ങളെ അതിജീവിക്കുന്ന മാനസികമായ കരുത്ത് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് അഡ്വഞ്ചർ ക്ലബ്ബ് രൂപീകരിക്കുന്നത്. ദുരന്ത നിവാരണ സേനാ രൂപീകരണം, വ്യക്തിത്വ വികസന പരിശീലനം എന്നിവയും നടന്നു. മാടായിപ്പാറയിലും സ്കൂൾ പരിസരത്തും അടിക്കടി ഉണ്ടാവുന്ന തീപിടുത്തം നിയന്ത്രിക്കാൻ നാട്ടുകാരിലും വിദ്യാർത്ഥികൾക്കും ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യവും ക്ലബ്ബ് രൂപീകരണത്തിന് പിന്നിലുണ്ടെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ ഭാഗത്തൊരു തീപിടുത്തം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളാണ് മുൻകൈയെടുത്ത് അത് കെടുത്തിയത്. ഫയർ സ്റ്റേഷനിൽ ആൾക്കാരും റെസ്ക്യൂ ആൾക്കാരും വരുമ്പോൾ മുമ്പ് തന്നെ നമ്മുടെ സ്കൂൾ കുട്ടികൾ അത് തീ കെടുത്തി. അതിനെ നമുക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ആൾക്കാർ നമ്മുടെ അഭിനന്ദിക്കുകയുണ്ടായി. മിനി മിത്രൻ, ജയറാം രമേശ്, നിസാമുദ്ദീൻ, പി വി ശിവരാമൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അന്നൂർ നരിയഞ്ചേരി ശ്രീ കക്കറ ഭഗവതിക്കാവ് പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ സപ്ലിമെന്റിന്റെ പ്രകാശനം മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഏരിയ പ്രസിഡന്റ് കൊയ്യം ജനാർദ്ദനൻ നിർവഹിച്ചു. തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി വിദ്യാമന്ദിരത്തിൽ വിദ്യാർത്ഥികൾക്കായി യോഗ പരിശീലനം സംഘടിപ്പിച്ചു. റഷ്യൻ ജിംനാസ്റ്റിക് താരം എലീന എർമോഷിന ക്ലാസ് എടുത്തു. ശ്രീ ചക്രപാണി വിദ്യാമന്ദിരത്തിലെ കുട്ടികളെ യോഗ അഭ്യസിപ്പിക്കാനായി എത്തിയ റഷ്യൻ ജിംനാസ്റ്റിക്കിൽ പ്രാഗൽഭ്യം തെളിയിച്ച എലീന എർമോഷിന കുട്ടികളെ റഷ്യൻ ജിംനാസ്റ്റിക് പഠിപ്പിക്കുകയും കുട്ടികളുടെ യോഗ പ്രദർശനവും നടത്തുകയും ചെയ്തു. എലീനയെ ആരതി ഒഴിഞ്ഞും കളഭം ചാർത്തിയുമാണ് സ്കൂളിലേക്ക് ആനയിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്രം ശ്രീകോവിൽ നിർമ്മാണത്തിലുള്ള മരം നരിയാലിൻ കീഴിൽ നിന്നും ഘോഷയാത്രയായി ക്ഷേത്രത്തിൽ എത്തിച്ചു. തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രം ശ്രീകോവിൽ നിർമ്മാണ പ്രവർത്തിക്കുള്ള മരം നരിയാലിൻ കീഴിൽ നിന്നും ഘോഷയാത്രയായി ക്ഷേത്രത്തിൽ എത്തിച്ചു. വാദ്യമേളവും താലപ്പൊലിയും ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകി. ക്ഷേത്രം ട്രസ്റ്റി ഭാരവാഹികളും നവീകരണ സമിതി ഭാരവാഹികളും നാട്ടുകാരും ഘോഷയാത്രയിൽ പങ്കെടുത്തു. കോറോം പെരുന്തണിയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് കലവർ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. മാർച്ച് 18 മുതൽ 25 വരെയാണ് കോറോം പെരുന്തണിയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും ഭാഗവത സപ്താഹയജ്ഞവും നടക്കുന്നത്. സപ്താഹയജ്ഞത്തിന്റെ മുന്നോടിയായുള്ള കലവറ നിറക്കൽ ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. ഒത്തുകുടകളും വാദ്യമേളങ്ങളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. സപ്താഹത്തിന്റെ ഭാഗമായി വിവിധ കലാ, ആധ്യാത്മിക, സാംസ്കാരിക പരിപാടികളും നടക്കും. എരമം നോർത്ത് LP സ്കൂൾ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും മാർച്ച് 20-21 തീയതികളിൽ നടക്കും. കച്ചവടക്കാരുടെയും പൊതുജനങ്ങളുടെയും സൗകര്യം കണക്കിലെടുത്ത് ഇപ്പോൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന കൊക്കാനിശ്ശേരി പോസ്റ്റ് ഓഫീസ് പുതിയതായി ആരംഭിക്കുന്ന മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് ചേംബർ സെക്രട്ടറി വി നന്ദകുമാർ കണ്ണൂർ ജില്ലാ കളക്ടർ സി കൃഷ്ണൻ MLA, പോസ്റ്റൽ അധികൃതർ എന്നിവരോട് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. എരമം നോർത്ത് LP സ്കൂൾ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും മാർച്ച് 20-21 തീയതികളിൽ നടക്കും. ഇനി അറിയിപ്പുകൾ. 2014-15 സാമ്പത്തിക വർഷത്തെ കെട്ടിട നികുതി കുടിശ്ശിക വരുത്തിയവർക്ക് മാർച്ച് 31 വരെ പിഴ പലിശ ഒഴിവാക്കി ഒറ്റത്തവണയായി ഒടുക്കണമെന്ന് സർക്കാർ ഉത്തരവായിട്ടുണ്ടെന്ന് പയ്യന്നൂർ നഗരസഭാ സെക്രട്ടറി അറിയിക്കുന്നു. ഇൻകം ടാക്സ് നിയമവ്യവസ്ഥകളെക്കുറിച്ച് വ്യാപാരികളെ ബോധവൽക്കരിക്കുന്നതിനായി ബോധവൽക്കരണ ക്ലാസ് മാർച്ച് 20 വൈകുന്നേരം 4 മണിക്ക് ചേംബർ ഹാളിൽ ചേരും.
KMK സ്മാരക കലാസമിതി അന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ KMK 64ാം ജന്മവാർഷിക ദിനം മാർച്ച് 19 വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് കലാസമിതി പരിസരത്ത് നടക്കും. അന്നൂരിന്റെ പഴയകാല പൈതൃകം നിലനിർത്തുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ 7 വർഷമായി അന്നൂർ ശ്രീ പൂമാല ഭഗവതിക്കാവിന് മുൻവശത്തുള്ള ചുമടുതാങ്ങി തറയിൽ നടന്നുവരുന്ന മോരുംവെള്ളം വിതരണം ഈ വർഷം മാർച്ച് 19 വ്യാഴാഴ്ച KMKയുടെ 64ാം ജന്മവാർഷിക ദിനത്തിൽ രാവിലെ 9 മണിക്ക് നടത്തപ്പെടും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനകീയ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകനെ വെട്ടേറ്റ സംഭവം 3 ഡിവൈഎഫ്ഐ പ്രവർത്തകർ അറസ്റ്റിൽ. പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് നഗരത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം. പഴയങ്ങാടി PWD റെസ്റ്റ് ഹൌസിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NRIG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വടക്കൻ മേഖലാ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം. പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ റോഡുകളുടെയും ഓവുചാലുകളുടെയും ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PWD ഓഫീസ് മാർച്ചും ധർണയും. ധർണ TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടിയിലും പരിസര പ്രദേശത്തും ലഹരി ഉൽപ്പന്ന വിൽപ്പന വ്യാപകമാകുന്നതിനെതിരെ കർശന നടപടിയുമായി പഴയങ്ങാടി പോലീസ് രംഗത്ത്. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.